ഹലോ SLC മക്കളെ, നിങ്ങളുടെ എക്സാമിന് 12 മാർക്കിന്ന് ക്ലിയർ ആയിട്ട് 12 മാർക്ക് കിട്ടും. കൺസ്ട്രക്ഷൻ പഠിച്ചാൽ, വരയ്ക്കാനുള്ള ചോദ്യം പഠിച്ചാൽ 12 മാർക്ക് കിട്ടും. ആരും മിസ് ഔട്ട് ചെയ്യരുത്. വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന സാധനമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു 4 ചാപ്റ്റർ 5 ചാപ്റ്ററും കൺസ്ട്രക്ഷൻ സെറ്റ് ആക്കിയാൽ തന്നെ നിങ്ങൾക്ക് A അല്ലെങ്കിൽ A+ കിട്ടാനുള്ള സാധ്യത ഭയങ്കര അധികം. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ഷൻ എല്ലാവർക്കും കിട്ടും. കുറേ തിയറി ഒന്നും അറിയാതിരിക്കേണ്ട. നമ്മൾ പഠിക്കാൻ പോകുന്ന 4 ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷനാണ്. നിങ്ങളുടെ എക്സാമിന് മോഡൽ എക്സാമിന് പ്രാവശ്യം 3 ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ 4 എണ്ണം പഠിക്കുന്ന കാരണം ഏത് വേണേൽ വരാം. നിങ്ങൾക്ക് സാധാരണ ഒരു സർക്കിളായ ഈ ടൈപ്പ് വരാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ വരച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ പോയിന്റ് എന്നുള്ള പുറമേ നിന്നുള്ള 2 ടാൻജൻ്റ് ആവാം. ഇൻസർക്കിൾ വരാം, റേഡിയസ് വന്നിട്ടുള്ള ഇൻസർക്കിൾ വരാം. ഈ പ്രാവശ്യത്തെ എക്സാമിന് വന്ന ടൈപ്പാണ്. ഇൻസർക്കിൾ വരയ്ക്കാൻ പറഞ്ഞു, പക്ഷെ എന്താണ്, റേഡിയസ് വന്നിട്ടില്ല. അപ്പോൾ പണിയാണ്. അപ്പോൾ ഇതും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് പഠിക്കാം. 4 ടൈപ്പ് സാധനമാണ് മെയിനായിട്ട് പഠിക്കാനുള്ള. അതിൽ കുറേ ട്രിക്സും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് പഠിക്കാനുണ്ട്. 12 മാർക്ക് ഉറപ്പാണ്. ഓക്കെ, ഇനി നിങ്ങൾ എക്സാം ഹോളിലേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. എന്താണ് ഇതിലൊരു കുഞ്ഞ് സ്കെയിൽ. ഓക്കെ, വലിയ സ്കെയിലാണെങ്കിൽ കുഴപ്പമില്ല, സ്കെയിൽ കൊണ്ടുപോകണം. കോമ്പസിനെക്കാട്ടും ഒരു കോമ്പസ് വേണം. കോമ്പസ് ആണ് ഒരു സൈഡിൽ സൂചി, മറ്റേ സൈഡിൽ പെൻസിൽ. ഓക്കെ, അതാണ് കോമ്പസ്. മറ്റേത് ഡിവൈഡറാണ്. ഡിവൈഡർ കൊണ്ട് നമുക്ക് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഈ കോമ്പസിൽ ശ്രദ്ധിക്കേണ്ടത്, കോമ്പസിനെക്കാട്ടും ചെറിയൊരു പെൻസിൽ ഉപയോഗിക്കണം. വലിയ അപ്സരേൻ്റെ വലിയ പെൻസിൽ കൊണ്ട് വെക്കരുത്. ചെറിയ പെൻസിലൊക്കെ ഷാർപ്പൻ ചെയ്തിട്ട് കൊണ്ടുപോകുക. വേറൊരു എക്സ്ട്രാ പെൻസിലും വെച്ചോ ഒരു സേഫ്റ്റിക്ക്. പിന്നെ ഡബർ അഥവാ റബ്ബർ അഥവാ ഇറേസർ കൊണ്ടുപോകണം. പിന്നെ സ്കെയിലും വേണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, കാണുന്നില്ല നമ്മുടെ സാധനം അവിടെ പോയി, പൊട്രാക്ടർ. എന്താണ് പൊട്രാക്ടർ? ആംഗിൾ നോക്കാനുള്ള സാധനം വളരെ ഇമ്പോർട്ടൻ്റ്. സർക്കിളിലെ ക്വസ്റ്റ്യൻ വന്നാലും ആംഗിൾ എന്ന ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇതും വേണം. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നിങ്ങളുടെ പെന്നും പെൻസിലൊക്കെ കൊണ്ടുപോവുക. എന്നിട്ട് പ്രോപ്പറായിട്ട് വരയ്ക്കുക, നന്നായിട്ട് വരയ്ക്കുക. ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കണ്ട. ഈ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക വീഡിയോ. ഓക്കെ, പിന്നെ 10 മണിക്കൂർ ലൈവ് ഉണ്ട് മാത്സിന്, അതും മറക്കണ്ട. ഫൈനൽ ഡേ അടിപൊളി ഒരു സർപ്രൈസും വരുന്നുണ്ട്, അതും മറക്കണ്ട. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. കൺസ്ട്രക്ഷൻ മൊത്തം പഠിച്ചോ 12 മാർക്ക് ഉറപ്പാട്ടോ. ആരും വിടരുത് പ്ലീസ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് വാച്ച് ചെയ്യാം നമ്മുടെ ക്ലാസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കോമ്പസ് നമുക്ക് വേണം. നമുക്ക് ഒരു പെൻസിൽ വേണം. ആ പെൻസിൽ ശ്രദ്ധിക്കേണ്ട കോമ്പസിനെക്കാട്ടും ചെറുതായിരിക്കണം. ആ കാര്യമൊക്കെ അറിയാമല്ലോ. പിന്നെ റബ്ബറോ ഡബറോ ഇറേസറോ നിങ്ങൾ വിളിക്കുന്നത് എന്ത് വേണം വിളിക്കുക. പിന്നെ ഒരു സ്കെയിലും പൊട്രാക്ടറും വേണം. ഓക്കെ, പൊട്രാക്ടർ ഇല്ലാണ്ട് പോരുത്. മിനിമം സാധനങ്ങളാണ് എക്സാമിന് ആവശ്യമുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, നിങ്ങളൊരു ട്രയാങ്കിൾ വരയ്ക്കണം. സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ സർക്കം റേഡിയസ് എന്ന് പറയുമ്പോൾ സർക്കിളാണ്, പരിവൃത്തം. അപ്പോൾ സർക്കിള് പുറത്തിങ്ങനെ വരുന്നതാണ് സർക്കിളുള്ളിൽ വരുന്നതിന് ഇൻസർക്കിൾ എന്ന് വിളിക്കും. ഈ സർക്കിളിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നു. ഈ ട്രയാങ്കിൾ 2 ആംഗിൾ എത്ര, 55 62.5 ഡിഗ്രി. ഓക്കെ, ഈ 62.5 അര ഡിഗ്രി ഒക്കെ തന്നാൽ അപ്പോൾ ഉറപ്പിച്ചോ ഇതെന്താ, ഈ ഡയഗ്രമാണ്, സർക്കിളാണ്. കാരണം നമുക്ക് 62.5 വരയ്ക്കാൻ പറ്റില്ല. അതിൻ്റെ ഡബിൾ എത്രയാണ്, 125 വരും. അപ്പോൾ എങ്ങനെ ഇത് വരയ്ക്കേണ്ടത്, ഈ സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ സർക്കിൾ വെച്ച് എപ്പോഴും നോക്കാം. അപ്പോൾ നിങ്ങളൊരു സർക്കിൾ വരച്ചോ. ഒരു സർക്കിൾ വരയ്ക്കുക. എത്ര വന്ന റേഡിയസ്, 3 സെൻറ്റിമീറ്റർ ആയിക്കോട്ടെ. ഇത് വരയ്ക്കാൻ എല്ലാവർക്കും പറ്റും, സിമ്പിൾ. ഇന്ന് നോക്കേണ്ടത് 55 ഡിഗ്രി തന്നു ട്രയാങ്കിൾ. മക്കളെ, നമുക്ക് ഈ സർക്കിൾ ഈ അറ്റം അറിയുള്ളൂ. ഈ ട്രയാങ്കിൾ ഇവിടെയാണോ കൂട്ടിമുട്ടാന്നറിയില്ല. ഇവിടുന്ന് എനിക്ക് പൊട്രാക്ടർ വെച്ചിട്ട് എടുക്കാൻ പറ്റുമോ? നമ്മൾ പറയുന്ന ആംഗിൾ 55 60 ഒന്നും എടുക്കാൻ പറ്റുമോ? ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലേ. നമുക്ക് എടുക്കാൻ പറ്റുന്ന എന്താണ്, സെൻട്രൽ ആംഗിൾ അല്ലേ. ഇവിടെ 55 ആണെങ്കിൽ, മേജർ ആർക്കിൽ 55 ആണെങ്കിൽ സെൻട്രൽ എത്ര വരും, അതിൻ്റെ ഡബിൾ. അപ്പോൾ 110. അപ്പോൾ 55 ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഡബിൾ 110 ഡിഗ്രി എടുക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു സർക്കിൾ വെറുതെ വരച്ചെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ റേഡിയസ് ഇവിടെ നമ്മൾ 110 ഡിഗ്രി എടുക്കണം. 110 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉള്ളത്തെ ആംഗിൾ തുടങ്ങുന്നത് 0 എന്ന് തുടങ്ങി. ഓക്കെ, 0 എന്ന് തുടങ്ങി 110 എന്ന് പറയുമ്പോൾ ഇതല്ല, ഇത് 70 കേട്ടോ. നമ്മൾ 110 ഉള്ളിൽ ഇവിടെ ഇതാണ് 110 വരച്ചു. ഇനി അടുത്ത ആംഗിൾ എന്താണ്, അടുത്ത ആംഗിൾ നമുക്ക് 55 പിന്നെ 62.5 62.5. അവൻ്റെ ഡബിൾ എന്താണ്, 125. അര ഡിഗ്രി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡബിളാണ് വരിക എന്ന് അർത്ഥം കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടുന്ന് ആംഗിൾ എടുക്കുന്നു. ഉള്ളത്തെ ആംഗിൾ 125 എന്ന് പറയുമ്പോൾ 120 130 ഇടയ്ക്കും. ഓക്കെ, ഈ ആംഗിൾ വരച്ചു. ഇവിടെ 125.5 ഇവിടെ 110. ഓക്കെ, ഈ മെർസിഡീസ് ബെൻസ് ലോഗോ കിട്ടിയാൽ ഈ 3 ഡോട്ട് ജോയിൻ ചെയ്താൽ പരിപാടി കഴിഞ്ഞു. ഇവിടെ 125 ആയതുകൊണ്ട് ഇവിടെ അതിൻ്റെ പകുതി എത്രയാണ്, 62.5. ഇവിടെ 110 ആയതുകൊണ്ട് അതിൻ്റെ മേജർ ആർക്കിൽ ഇവിടെ 55 ഡിഗ്രിയും കഴിഞ്ഞു. ഇത്രയുള്ളൂ ഡയഗ്രാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. സർക്കിൾ വെച്ച് തുടങ്ങാം. സിമ്പിളാണ്. സർക്കിൾ ഇങ്ങനെ ഉണ്ടാകും നിങ്ങൾ വരച്ച് കഴിയുമ്പോൾ ഏകദേശം. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് നിങ്ങൾക്കൊരു വലിയ ഡയഗ്രമായിട്ട് കാണിച്ചു തരാം, കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളുടെ ഫൈനൽ ഡയഗ്രാം ശരിക്കും റിയൽ ലൈഫ് സൈസിൽ വരിക. ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഡബിൾ റേഡിയസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം സർക്കം റേഡിയസ് 6 സെൻറ്റിമീറ്റർ എടുക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യനിൽ എനിക്കറിയാം തന്നത് 3 ആണ്, പക്ഷേ ഞാൻ 6 സെൻറ്റിമീറ്റർ എടുക്കും. കോമ്പസ് എടുക്കുന്നു കേട്ടോ. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ ഐശ്വര്യമായിട്ട് നമുക്ക് എന്തെങ്കിലും ഡോട്ടൊക്കെ തുടങ്ങാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അവിടെ തുടങ്ങാം. 3 സെൻറ്റിമീറ്റർ ക്വസ്റ്റ്യനിൽ വന്നേരം എനിക്ക് പറഞ്ഞതെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ 6 സെൻറ്റിമീറ്റർ എടുക്കുന്നു. കോമ്പസ് മക്കൾ ലെവലായിരിക്കണം കേട്ടോ. പെൻസിൽ ഇവിടെ ആവരുത്, ഇങ്ങനെ ആവരുത്. ഓക്കെ, ഏകദേശം ഒരു ലെവലായിരിക്കണം. അതിങ്ങനെ വെച്ച് നോക്കിയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല കേട്ടോ. ഇങ്ങനെ വെക്കുക, ഇപ്പോൾ ഏകദേശം ലെവലാണ്. ഓക്കെ, 6 സെൻറ്റിമീറ്റർ എടുക്കുക.
ഇവിടുന്ന് 6 പിടിച്ചു, ഇവിടേക്ക് ഇതാണ് 6 സെൻറ്റിമീറ്റർ. 6 സെൻറ്റിമീറ്റർ ഞാൻ വരയ്ക്കാൻ കാരണം നിങ്ങൾക്ക് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. നിങ്ങൾ എക്സാമിൽ സെയിം കണക്കാണ് എടുക്കണം. 6 സെൻറ്റിമീറ്ററിൻ്റെ റേഡിയസ് ഞാൻ വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് തന്നെ ഒരു റേഡിയസ് അങ്ങ് വരയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ 3 സെൻറ്റിമീറ്റർ എഴുതും, ഞാൻ 6 സെൻറ്റിമീറ്ററിന് എഴുതി. ഓക്കെ, ഇനി ഓർക്കണം നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് വേണ്ടത് ആദ്യം നമുക്ക് 55 വേണം, 110 നടുക്കിൽ 110. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുന്നു, 110 ഡിഗ്രി പിടിക്കുന്നു. സൂക്ഷിക്കേണ്ട ഒരു കാര്യം 110 0, നമ്മളിവിടെയല്ലേ 0 തുടങ്ങുന്നത്, ഇവിടെ നിന്നാണോ? ഇവിടെ നിന്നാണെങ്കിൽ നമ്മൾ പുറത്തത്തെ ആംഗിൾ, ഇവിടെ നമ്മൾ ഉള്ളത്ത് 0, 10, 20 ഉള്ളത്തെ എവിടെയാണ്? ഇതാണ് 110 അല്ല, ഇത് പുറത്തെ ആംഗിളാണ്, നമ്മൾ ഉള്ളത്തെ ആംഗിൾ ഇതാണ് 110, ഇവിടെയാണ് 110. ഓക്കെ, ഉള്ളത്തെ ആംഗിൾ തന്നെ നോക്കാൻ ഓർക്കണേ. ഇവിടേക്ക് വരച്ച നീട്ടി വരച്ചാലും കുഴപ്പമില്ല, പുറത്തേക്ക് 110 ഡിഗ്രി ഇട്ടി എഴുതിക്കോ, 110 ഡിഗ്രി. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്, അടുത്ത് നമുക്ക് നമ്മൾ കണക്കെടുത്തോ 125 വേണം, 125. അപ്പോൾ ഇവിടുന്ന് തുടങ്ങാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ 0 തുടങ്ങി 120 ഇവിടെ വരും ഏകദേശം. ഇനി അതല്ല നമുക്ക് ഇവിടുന്ന് തുടങ്ങാൻ പറ്റും കേട്ടോ, ഇവിടുന്ന് തുടങ്ങാം അപ്സൈഡ് ഡൗൺ. ഇപ്പോൾ ആംഗിൾ 0 പുറത്തുനിന്ന് തുടങ്ങാം. അപ്പോൾ 0 പുറത്തുനിന്ന് തുടങ്ങുമ്പോൾ തുടങ്ങി 125 ഇവിടെ ഇവിടെ വരും 125, 120 30 ഇടയ്ക്ക്. ഓക്കെ, ഇങ്ങോട്ടങ്ങ് വരയ്ക്കുക. ഇതാട്ടോ നമ്മുടെ 125, അത് ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത് അതിനനുസരിച്ച്. അപ്പോൾ നമ്മുടെ ബെൻസ് ലോഗോന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എഴുതി നോക്കിയാൽ ഇവൻ കിട്ടി. ഇനി ആകെ ചെയ്യാനുള്ളത് ഇവർ നമ്മൾ ജോയിൻ ചെയ്യുക, ഈ 3 പോയിന്റുകൾ ജോയിൻ ചെയ്യുക, നമുക്ക് സർക്കിൾ കിട്ടി. ഓക്കെ, ഇത്രയുള്ള സംഭവം. മക്കളെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. SLC മാത്സിൽ ഫുൾ A+ മേടിക്കുക. ഇനി ഇവിടെ 110 കിട്ടിയാൽ അതിൻ്റെ മേജർ ആർക്കിൽ അതിൻ്റെ പകുതി 55 ഡിഗ്രി വരും. ഇവിടെ 125 ഡിഗ്രിയാണ്, അതിൻ്റെ പകുതി ഇവിടെ വരും 62.5. അതോടെ ഡയഗ്രാം കഴിഞ്ഞു. ഞാനിവിടെ ഡബിൾ സൈസിലാണ് വരച്ചത്, നിങ്ങൾ ഇതിൻ്റെ പകുതി സൈസാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡയഗ്രാം സർക്കിൾ പരിവൃത്തം കിട്ടിയെങ്കിൽ എല്ലാവരും സർക്കിൾ എന്ന് കമൻറ്റ് ചെയ്യുക, ഒരു ടിക്ക് മോജി ഇടുക. ഇതിന് വേണ്ടി നിങ്ങൾ പ്രൊട്രാക്ടർ, കോമ്പസ്, സ്കെയില്, പെൻസിൽ സാധനങ്ങളൊക്കെ വേണം. ഓക്കെ, സിമ്പിളായിട്ട് കിട്ടിയല്ലോ. ഇത് പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത് എന്താണേലും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ്. ഓക്കെ, ഒന്നാമത്തെ ഡയഗ്രാം. ഓക്കെ, രണ്ടാമത്തെ കൺസ്ട്രക്ഷനാണ് ഡ്രോ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇപ്പോൾ റേഡിയസ് 3 സെൻറ്റിമീറ്ററിൻ്റെ സർക്കിൾ വരയ്ക്കുന്നു, അത് സിമ്പിളാണ്. 3 സെൻറ്റിമീറ്റർ സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാർക്ക് എ പോയിന്റ് P 7.5 സെൻറ്റിമീറ്റേഴ്സ് അവേ. ഇത് സെൻട്രൽ നിന്ന് ഇതിപ്പോൾ 3 സെൻറ്റിമീറ്റർ വരച്ചു. ഓക്കെ, അതേ ലെങ്ത് നിങ്ങൾ 3 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, 7.5 ഏകദേശം ഇവിടെ വരയ്ക്കുന്നു. ഇവിടെ ഒരു പോയിന്റ് എടുത്ത് P ആയിക്കോട്ടെ, P എടുത്തു. ഇനി ഇവിടുന്ന് 2 ടാൻജൻ്റ് വരയ്ക്കും. ഇങ്ങനെ 2 ടാൻജൻ്റാണ് വരേണ്ടത്, പക്ഷേ ഇങ്ങനെ വരയ്ക്കരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആദ്യം ഈ സർക്കിൾ വരയ്ക്കുക, 3 സെൻറ്റിമീറ്റർ സർക്കിൾ വരയ്ക്കുക. ഓക്കെ, അത് വരച്ചു. P എന്നുള്ള പോയിന്റ് നമ്മൾ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്ത് 7.5 സെൻറ്റിമീറ്റർ P മാർക്ക് ചെയ്തു. ഇനി ചെയ്യേണ്ടത് എന്താണ്, ഈ 7.5ൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കോമ്പസ് എടുക്കുന്നു. മോർ ദാൻ ഹാഫ്, കട്ട്, ഇവിടെ കട്ട്. ഓക്കെ, അതേപോലെ ഇവിടെയും കട്ട്. ഓക്കെ, കട്ട് ചെയ്തു. എന്നിട്ട് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കുക. എന്തിനാ? 7.5 നടുവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ നടുക്ക് കിട്ടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇത്രയുള്ള സംഭവം നടുക്ക് കിട്ടി. ഇത് കണ്ട് നടുവാണല്ലോ 7.5ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയെന്ന് കമൻറ്റ് ചെയ്തേ. ഇതൊരു സർക്കിൾ കിട്ടി. എന്തിനാണ് നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നത്? കാരണം നമ്മൾ പ്രൂഫിലും നമ്മൾ ചാപ്റ്റർ തിയറി പഠിച്ചപ്പോഴും പഠിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ക്വാഡ്രേറ്റ് ഞാനിപ്പോൾ ടാൻജൻറ്റ് വരയ്ക്കുന്നത് ഇതൊരു ടാൻജൻറ്റും ഇതൊരു ടാൻജൻറ്റ്, ഇത് കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ടാൻജൻറ്റ്. ഓക്കെ, ഇതെന്തിനാണ് സർക്കിൾ വരയ്ക്കുന്നത്? എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം? ഞാൻ ഈ റേഡിയസും കൂടി കൂട്ടിമുട്ടിച്ചാൽ, ഞാൻ തിയറി പറയാം കേട്ടോ, 90 ഡിഗ്രിയാണ്. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ 180 - x ആണ്. ഓക്കെ, ഇതെന്താണ്? സൈക്ലിക് ക്വാഡ്രാറ്ററൽ. ഈ 4 പോയിൻറ്റ്സ് ഉള്ള ക്വാഡ്രിലാറ്ററൽ ഒരു ചക്രീയ ചതുർഭുജമാണ്. അത് പ്രൂഫായിട്ടും പഠിക്കാറുണ്ട് കേട്ടോ. അപ്പം അത് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് സർക്കിൾ വരച്ചിട്ട് കിട്ടും. അതാണ് ഏറ്റവും കറക്റ്റ് മെത്തേഡ്. നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമുക്കിത് വരയ്ക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴും തുടങ്ങേണ്ടത് ഒരു പോയിന്റ് വെച്ചിട്ട്. ഓക്കെ, ഞാൻ പെന്ന് വെച്ച് കാണിച്ചിട്ട് നമുക്ക് സെൻറ്റർ ഇതാണ് നമ്മുടെ സെൻറ്ററിന് എടുത്ത്. ഓക്കെ, ഇതാണ് സെൻറ്റർ. നമ്മൾ എന്ത് ചെയ്യണം, 3 സെൻറ്റിമീറ്ററിൻ്റെ സർക്കിൾ വരയ്ക്കുന്നു. അപ്പോൾ സ്കെയിലും കോമ്പസും എടുക്കുക, രണ്ടും ഒരേ ലെവലാണെന്ന് ഉറപ്പിക്കുക. ഓക്കെ, 3 സെൻറ്റിമീറ്റർ എടുക്കുന്നു. ഓക്കെ, ഇത് 3 ആണ്. ഞാൻ എന്ത് ചെയ്തു, 3 എടുക്കുന്നു, ഇവിടെ വെക്കുന്നു. ഞാൻ റൈറ്റിലേക്ക് കേട്ടോ വരയ്ക്കാൻ വന്നത്. കോമ്പസ് എടുത്തിട്ട് വരയ്ക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ഓട്ട പൊട്ടിച്ച് എല്ലാ പേപ്പറിലും കൂടി ആക്കേണ്ട, ലൈറ്റായിട്ട് വരച്ചാൽ മതി. 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് ഇനി 7.5 സെൻറ്റിമീറ്റർ എന്നാണ് ക്വസ്റ്റനിൽ പറഞ്ഞത്. സോ 7.5 സെൻറ്റിമീറ്റേഴ്സ് ഫ്രം ദ സെൻറ്റർ. ഞാൻ ഇവിടെ സെൻറ്റർ എടുക്കുന്നു. ഓക്കെ, ഇത് 3 ആണെന്ന് ഉറപ്പായി. യെസ്, ഇനി 7.5 ഇവിടെ വരെ അല്ലേ, ഇവിടെ തുടങ്ങിയിട്ട് 7.5 വരച്ചു. ഓക്കെ, ഇതാണ് 7.5. ഒന്നുകൂടി ചെക്ക് ചെയ്യട്ടെ. 7.5. കാരണം എന്താ വെച്ചാൽ ഈ ക്വസ്റ്റ്യനിലൊക്കെ ചിലപ്പോൾ അവർ
എന്താണ് ടാൻജൻറ്റിന് മെഷർ ചെയ്യാനും കൂടി ചിലപ്പോൾ പറയും കേട്ടോ. 7.5. അപ്പോൾ നമുക്ക് പി എന്ന് മെൻഷൻ ചെയ്യും. പി ഇത് O എന്നിടാം. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ വേണമെങ്കിൽ 3 സെൻറ്റിമീറ്റർ എന്നിട്ടോ, ഇവിടെ വേണമെങ്കിൽ 7.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടോ. ഓക്കെ, ഇത് മൊത്തം 7.5ഉം ഇത് 3 സെൻറ്റിമീറ്റർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ POൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ഓക്കെ, അപ്പം നമ്മൾ കോമ്പസ് പിയിൽ വെക്കുന്നു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബസമാജി എന്ന് പറയുമ്പോൾ മോർ ദാൻ ഹാഫ്, ഇതായിരിക്കും ഏകദേശം ഹാഫ്, അതിനേക്കാൾ കൂടുതൽ എടുക്കുക. ഇനി കോമ്പസ് മാറ്റി കേട്ടോ, ഇനി കോമ്പസ് നീങ്ങരുതെന്ന് ഉറപ്പിക്കണം. പിയിൽ വെക്കുന്നു, മേലെയും താഴെ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, അതേപോലെ ഓല് വെക്കുന്നു, ഓല് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, മേലെയും താഴെ ഒരു ആർക്ക് വരയ്ക്കുന്നു. അത് കട്ടാവണം കേട്ടോ, കട്ട് ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇവർ തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇവർ തമ്മിൽ ജോയിൻ ചെയ്ത് നോക്കിയാൽ ഈ 2 പോയിൻ്റ് തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പം ഈ POൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറേറ്റ് 90 ഡിഗ്രിയിൽ പകുതിക്ക് മുറിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പോയിൻ്റ്. ഈ പോയിൻ്റ് മാത്രം നമുക്ക് വിഷയമുള്ളൂ. ഓക്കെ, ഇനി ആ പുതിയ പോയിൻ്റ് വെച്ചിട്ട് കഴിഞ്ഞു. ഈ പുതിയ പോയിൻ്റ് എടുക്കുക. ഓക്കെ, കറക്റ്റ് ആ സെൻറ്റർ എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതാ ഈ ഓല് വെക്കാം, അല്ലെങ്കിൽ പീല് വെക്കാം, രണ്ടും സെയിം. നോക്കിയാൽ ഓലും പീല് രണ്ടിലും സെയിം ആണ്. വെക്കുക, ഒരു സർക്കിൾ, ഒരു മസാല ദോശ കടിക്കുക. ഓക്കെ, കഴിഞ്ഞു. എന്താ ഡയഗ്രാം? ഓക്കെ, അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് വരയ്ക്കുന്നു. ഇനി നമുക്ക് എന്തിനാണ് ഈ സർക്കിള്? ഈ 2 സർക്കിളും കൂട്ടിമുട്ടുന്ന 2 പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്കാണ് ടാൻജൻറ്റ് വരയ്ക്കേണ്ടത്. ഓക്കെ, അങ്ങോട്ടേക്കാണ് ടാൻജൻറ്റ് വരയ്ക്കേണ്ടത്. സ്കെയിൽ എടുക്കുക, പിന്ന് ആ പോയിന്റിലേക്ക്, ലെറ്റ്സ് കോൾ ദാറ്റ് PA. ഇതാണ് PA. നീട്ടി വരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതാണ് PB, ഇവിടുന്ന് പിയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ 2 ടാൻജൻറ്റ് സെയിം ലെങ്ത് ആയിരിക്കും. ഓക്കെ, ഇത് PA, ഇത് PB. വേണമെങ്കിൽ പേരിട്ടാൽ മതി. ഇനി അവർ പറയുന്നുണ്ട് ചിലപ്പോൾ അവരെന്താണ് പറയും, ഇവിടുന്ന് മെഷർ ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് റേഡിയസ് 3 സെൻറ്റിമീറ്റർ എന്നറിയാം. നിങ്ങളൊന്ന് മെഷർ ചെയ്ത് നോക്കിയാൽ മെഷർ ചെയ്ത് എത്ര കിട്ടുന്നത്? ഓൾമോസ്റ്റ് 7 സെൻറ്റിമീറ്റർ അല്ലെ, 6.9 അല്ലെ 7 എഴുതിയാൽ കിട്ടും. ഓക്കെ, രണ്ടും സെയിം ആയിരിക്കും, ഒരിക്കലും മാറും കേട്ടോ. ഇതുകൊണ്ട് 6.9 7ൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇത് എഴുതി വെച്ചാൽ കഴിഞ്ഞു, നമ്മുടെ ഫുൾ ആൻസർ കിട്ടി. ഇത് വളരെ പോപ്പുലർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വർഷവും നോക്കുകയാണെങ്കിൽ ടാൻജൻസിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് കിട്ടിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ടാൻജൻറ്റ് ഫ്രം എക്സ്റ്റേണൽ പോയിന്റ്. സെറ്റ്. ഇനി നമ്മുടെ എക്സാമിൽ ലാസ്റ്റ് ചോദിച്ച 5 മാർക്ക് ക്വസ്റ്റ്യൻ വരച്ചുതരാം. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാൻ പറയും. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ നമുക്ക് കോമ്പസ് വെച്ച് 60 ഡിഗ്രി വെച്ചിട്ടൊക്കെ സിമ്പിളായിട്ട് വരയ്ക്കാം. 7 സെൻറ്റിമീറ്റർ സൈഡ്, ഇതൊരു പണിയില്ല. ഇനി ഇതിൻ്റെ ഇൻസർക്കിൾ അഥവാ അന്തർവൃത്തം വരയ്ക്കാൻ പറഞ്ഞാൽ അതിനുള്ളിൽ വരയ്ക്കണം. അവിടെയാണ് പ്രശ്നം വരിക. അപ്പോൾ നോക്കിയാൽ ഇവിടെ നമുക്ക് എന്താണ് തൊട്ട് പോകണം, ഇവിടെയും തൊട്ട് പോകണം, ഇവിടെ തൊട്ട് പോകണം. ലോജിക്ക് വളരെ സിമ്പിളാണ്. ഈ ആംഗിൾ ബൈസെക്ടർ അല്ലേ, നമ്മൾ ആ ട്രയാങ്കിൾ വരച്ചു. ഓക്കെ, അതിന് ആംഗിൾ ബൈസെക്ടർ, കോണ് സമഭാജികൾ രണ്ടും കൂട്ടിമുട്ടുന്നിടത്താണ് സെൻറ്റർ വരിക. ആയിക്കോട്ടെ, നമുക്ക് ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഇതിൻ്റെ സെൻറ്റർ കിട്ടി. ഓക്കെ, സെൻറ്റർ കിട്ടിയിട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഒരു പ്രശ്നം വരും. ഈ ക്വസ്റ്റിൻ്റെ ഒരു പ്രത്യേക കോംപ്ലിക്കേഷൻ ആട്ടോ. നോക്കിയാൽ സെൻറ്റർ എങ്ങനെ കിട്ടുക? ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടാണോ റേഡിയസ് വരാമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു സർക്കിൾ വരച്ച് നോക്കിയാൽ ഞാൻ ഐഡിയ അനുസരിച്ച് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് സർക്കിൾ കിട്ടുക. അതല്ല സർക്കിൾ, ഇനി നിങ്ങൾ ചിലപ്പോൾ നിങ്ങളൊരു ഊഹത്തിൽ ചിലപ്പം ഇങ്ങോട്ടേക്ക് എടുക്കും. ഈ പോയിന്റ് എടുക്കും, അപ്പോൾ നിങ്ങൾക്ക് വേറൊരു സർക്കിൾ കിട്ടും. അപ്പോൾ എങ്ങോട്ടാണ് സർക്കിൾ വരയ്ക്കാമെന്ന് ആർക്കും അറിയില്ല. ചിലവർ എന്തെങ്കിലും തെറ്റൊക്കെ വരയ്ക്കുക, അപ്പോഴാണ് മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ട് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ട് റേഡിയസ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണോ ഇങ്ങോട്ടേക്കാണോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, സർക്കിൾ ഉള്ളിലാണ് വരുന്നത്. അതിന് വേണ്ടി ഒരു ട്രിക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ അടിച്ചത്. ഇതാണ് നമ്മുടെ 4ാമത്തെ ടൈപ്പ്. ഇത് നമുക്ക് വരയ്ക്കേണ്ടത് ഇൻസർക്കിളാണ്. ഇൻസർക്കിൾ, പക്ഷേ റേഡിയസ് തന്നിട്ടുണ്ടാവില്ല, റേഡിയസ് തന്നിട്ടില്ല. ഇത് 4ാമത്തെ ടൈപ്പാണ്. വളരെ റെയറാണ്, പക്ഷേ ഈ പ്രാവശ്യത്തെ എക്സാമിന് വന്നു. ഇത് 4ാമത്തെ ടൈപ്പ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3ാമത്തെ ടൈപ്പായിട്ട് ഞാൻ വേറെ ഒരെണ്ണം പഠിപ്പിച്ചു തരാം. ഇൻസർക്കിൾ, അന്തർവൃത്തം തന്നെ. ഓക്കെ, ഇൻസർക്കിൾ തന്നെ, പക്ഷേ നിങ്ങൾക്ക് റേഡിയസ് തന്നിട്ടുണ്ടാവും. റേഡിയസ് തരും, ട്രയാങ്കിളിൻ്റെ കാര്യങ്ങളാണ് ബാക്കിയുള്ളത്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഡ്രോ എ ട്രയാങ്കിൾ. ഓക്കെ, ശ്രദ്ധിച്ചോ. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് റേഡിയസ് ഓഫ് ഇൻസർക്കിൾ 2.5 സെൻറ്റിമീറ്റർ, 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് ആൻഡ് ആംഗിൾ എന്താണ് 50 ഡിഗ്രിയും 60 ഡിഗ്രിയും. ഒന്ന് റഫായിട്ട് വരച്ച് നോക്കിയാൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു, അതിൻ്റെ ഉള്ളിൽ ഇൻസർക്കിൾ. ആയിക്കോട്ടെ, തൽക്കാലം ഇങ്ങനെ ഇവിടെ 50 ഡിഗ്രിയും ഇവിടെ 60 ഡിഗ്രിയും. ആൻഡ് റേഡിയസ് ആണെന്നുകൊണ്ട് നമുക്ക് പണി സിമ്പിൾ. അത് ഇങ്ങോട്ട് റേഡിയസ് നോക്കിയാൽ എത്രയാണ്? 2.5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ സർക്കിൾ വരച്ച് തുടങ്ങും. സർക്കിൾ വരയ്ക്കുന്നു 2.5 സെൻറ്റിമീറ്ററിൻ്റെ. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ, ഒരു അറ്റത്ത് 50 ഡിഗ്രിയാണ്, സെൻറ്ററിൽ എന്താണ് വരിക? അതിൻ്റെ സപ്ലിമെൻ്ററി 180 - 50 130 ഡിഗ്രി. ഇവിടെ എത്ര വരിക? ഈ സെൻറ്ററിൽ ഇത് തമ്മിലുള്ള ബന്ധം 60 ആണ്, ഇത് 120 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റർ വെച്ച് തുടങ്ങാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടേക്ക് 130 ഡിഗ്രി ഒരു ബെൻസിൻ്റെ ലോഗോ വരയ്ക്കുന്നു. പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ 120 ഡിഗ്രി. ഇതൊന്നും പണിയില്ല, സെൻറ്ററിലേക്ക് വരയ്ക്കുന്നു. ഓക്കെ, ബെൻസിൻ്റെ ലോഗോ ഇവിടേക്ക് കിട്ടി. ഇനി ചാടി കയറി ഇങ്ങനെ ജോയിൻ ചെയ്യരുത് കേട്ടോ. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന മിസ്റ്റേക്ക്? ഇത് സർക്കിളായി പോകും. അത് ചെയ്യരുത് കേട്ടോ, അത് ചെയ്യരുത്. ഒന്ന് വായിക്കട്ടെ.
മക്കളെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് 12 മാർക്ക് വെറുതെ കിട്ടുന്ന പരിപാടി കേട്ടോ. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ പോയിന്റ് നോക്കിയാൽ ഈ പോയിന്റിലേക്ക് നമുക്ക് എന്താണ് ഇങ്ങനെ തൊട്ട് പോകുന്ന ലൈൻ, അതാണ് ടാൻജൻറ്റ്. ഇങ്ങനെ ഒരു ടാൻജൻറ്റ് വരണം, ഇങ്ങനെ ഒരു ടാൻജൻറ്റ് വരണം, ഇങ്ങനെ ഒരു ടാൻജൻറ്റ് വേണം. ഓക്കെ, അതെങ്ങനെയാണെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റനിൽ നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കാൻ ഇവിടെ പഠിക്കും. അതിനോടൊപ്പം നമ്മൾ ഇൻസർക്കിൾ വെൻ റേഡിയസ് ഇസ് ഗിവൻ, റേഡിയസ് തരുമ്പോൾ നമുക്ക് ഇൻസർക്കിൾ വരയ്ക്കാനും പഠിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ, സർക്കിൾ സെൻറ്റർ ഓഫ് റേഡിയസ് 2.5 സെൻറ്റിമീറ്റർ. ഓക്കെ, നമ്മുടെ സെൻറ്റർ എടുക്കുന്നു, 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് എടുക്കുന്നു. ഓക്കെ, 2.5 സെൻറ്റിമീറ്റർ കോമ്പസ് എടുക്കുക, 2.5 വെക്കുക. ഓക്കെ, 2.5 ഇതാണ് 2.5. ഓക്കെ, 2.5 കിട്ടി. ഓക്കെ, സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, സർക്കിൾ വരച്ചു. ഇതാണ് 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് സർക്കിൾ. ഓക്കെ, ഇനി നമുക്കൊരു സൈഡിലേക്ക് 2.5 അങ്ങ് വരയ്ക്കാം. ഓക്കെ, നോക്കിയാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 2.5 ഉണ്ട്, കറക്റ്റാണ്. ഓക്കെ, ഇത് 2.5 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയേക്കുക. ഓക്കെ, 2.5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമ്മുടെ പ്ലാൻ അനുസരിച്ച് എന്താണ് വേണ്ടത്? നമുക്ക് ഇവിടെ 2.5 സെൻറ്റിമീറ്റർ വരച്ചു. 50 ഡിഗ്രിക്ക് പകരം നമ്മൾ 180 മൈനസ് സപ്ലിമെൻ്ററി 130 ഡിഗ്രി. സെൻറ്ററിൽ പ്രൊട്രാക്ടർ എടുക്കുന്നു, നമ്മൾ 130 ഡിഗ്രി സെൻറ്റർ പിടിച്ചു. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. എത്രയാ? 130 ഡിഗ്രി, 130 ഉള്ളത്തെ ആംഗിൾ 130. ഓക്കെ, ഇനി ഞാൻ ഇവിടേക്ക് വരയ്ക്കുമ്പോൾ ഞാൻ പുറത്തേക്ക് നീട്ടി വരയ്ക്കാം. കാരണം എനിക്കറിയാം ഇവിടേക്ക് ഒരു ടാൻജൻറ്റ് പിന്നെ വരയ്ക്കണം. അപ്പോൾ ഞാൻ പുറത്തേക്ക് നീട്ടി വരച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതും അങ്ങ് നീട്ടി വരയ്ക്കാം, പണി സിമ്പിളാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നീട്ടി വരയ്ക്കാം, ടാൻജൻറ്റ് വരയ്ക്കണം. അപ്പോൾ ഇത് 130 ഡിഗ്രി. ഓക്കെ, അടുത്തെന്താണ് 120 ഡിഗ്രി. നമുക്കെന്താണ് 60ക്ക് പകരം 180 മൈനസ് 60 120 ഡിഗ്രി. അപ്പോൾ അതവിടെ 120 ഡിഗ്രി ഇവിടെ പിടിക്കുക. നിങ്ങൾക്ക് ഇനി ഇങ്ങനെ കാണണമെങ്കിൽ ഇങ്ങനെ കാണിച്ചു കേട്ടോ. ഇപ്പം സാർ കോമ്പസ് ചെയ്ത് പ്രൊട്രാക്ടർ ഞാൻ തിരിച്ചു ഉപയോഗിക്കുക എന്നുള്ളത് നോക്കിയാൽ ഇപ്പോൾ നമ്മൾ പുറത്ത് 0 എന്ന് പറഞ്ഞാൽ പുറത്തത്തെ ആളാണ്. ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ 120 എന്ന് പറയുമ്പോൾ ഇതാണ് 120 കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് 120, ശ്രദ്ധിക്കണം. ഇതാണ് നമ്മളിപ്പോൾ മെഷർ ചെയ്ത് 120 ഡിഗ്രി. ഓക്കെ, 120 ഇവിടെ ആയാലും വലിയ വിഷയമൊന്നുമില്ല, ട്രയാങ്കിളിനൊരു പ്രശ്നം വരില്ല കേട്ടോ. ഇനി നമ്മുടെ ഗോൾ എന്താണ്? നമ്മൾ ബെൻസ് ലോഗോ ഒക്കെ വരച്ചു, നമ്മളിത് 3 ഡോട്ട് കിട്ടി. ഇനി ഇവിടേക്ക് ടാൻജൻറ്റ്. ഏറ്റവും കറക്റ്റായ രീതി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. സമയം കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരട്ടൊക്കെ അറിയുമെങ്കിൽ അത് ഉപയോഗിച്ചു, പക്ഷേ ഐ വുഡ് നോട്ട് റെക്കമെൻഡ് ദാറ്റ്. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടെ കോമ്പസ് എടുക്കുന്നു. ഓക്കെ, ഒരു ടാൻജൻറ്റ് എങ്ങനെയാണ് വരയ്ക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഈ പോയിന്റിലേക്ക് ഇങ്ങനെ ടാൻജൻറ്റ് വരയ്ക്കാം. നിങ്ങൾ കോമ്പസ് എടുക്കുക. ഓക്കെ, സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. കുറച്ച് ചെറുതാണ്, പക്ഷേ നിങ്ങൾ ഒരു സെമി സർക്കിൾ എടുക്കുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ആ പോയിന്റിലേക്ക് ഒരു സെമി സർക്കിൾ എടുക്കുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ആ പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് ഒരു സെമി സർക്കിൾ അങ്ങ് വരച്ചു. ഈ സെമി സർക്കിൾ കണ്ടിട്ടൊരു സുഖമല്ലല്ലോ. നമുക്ക് ഇവിടേക്ക് ഒരു സെമി സർക്കിൾ വയ്ക്കും. നിങ്ങൾ വലുതായിട്ട് വരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണാൻ വേണ്ടിയിട്ട് നോക്കിയാൽ ഇത് ഭയങ്കര വലുതായിപ്പോയി, കുറച്ച് ചെറുതാക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ കോമ്പസ് ഒന്നുകൂടി ലെവലാക്കണം, എന്നാലേ കിട്ടുള്ളൂ, അല്ലെ വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ഇവിടെ കോമ്പസ് ഇവിടെ വെക്കുന്നു, ഈ അറ്റത്ത് വെക്കുന്നു. ഇവിടെ ഒരു സെമി സർക്കിൾ വയ്ക്കുന്നു, ഇവിടെയും വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പോയിൻ്റ് ഇട്ട് ഞാൻ പെന്ന് വെച്ചൊന്ന് കാണിച്ചു തരാം. ഈ പോയിൻറ്റും. ഓക്കെ, ഈ പോയിൻറ്റ് ഇതെന്തിനാണ് ഇത് കിട്ടിയത്? ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഈ 2 പോയിന്റിൻ്റെ, ശ്രദ്ധിച്ചോ, ഇവൻ്റെയും ലംബ സമഭാജി പെർപെൻഡിക്കുലർ ബൈസെക്ടർ വേണം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ കിട്ടുക? ഈ അറ്റത്ത് വെക്കുക, മോർ ദാൻ ഹാഫിനെക്കാളും കൂടുതൽ എടുക്കുക, മേലൊരു ആർക്ക് വരയ്ക്കുക, താഴെ ഒരു ആർക്ക് വരയ്ക്കുക. അവസാനം വരുമ്പോൾ കുറേ ഡിസൈൻ ഉണ്ടാവും കേട്ടോ നിങ്ങളുടെ ഫോട്ടോയിൽ, പക്ഷെ കുഴപ്പമൊന്നുമില്ല, രസമായിട്ട് നമുക്ക് മാർക്ക് മേടിക്കാം. ഓക്കെ, കട്ട് ചെയ്യുക, ഇവിടുന്ന് വെക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ലംബ സമഭാജി കിട്ടി. അപ്പോൾ ഞാൻ എന്താ കാണിച്ചു തരാം. ഈ പോയിൻ്റ് പെൻസിലെടുത്തോ, ഈ പോയിന്റിൽ ഒരു പെന്ന് വെക്കുക, എന്നിട്ട് അപ്പുറത്തേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി കറക്റ്റ് അങ്ങനെ പോയിക്കോളൂ അല്ലേ. നീട്ടി അങ്ങ് വരച്ചോ, നീട്ടി വരയ്ക്കുക. നമ്മൾ ടാൻജൻറ്റ് നമ്പർ 1 റെഡി. ഓക്കെ, ഇനി നിങ്ങൾക്ക് തൊടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഇവിടെ കട്ടി കൂട്ടി കൊടുക്കുക. ഓക്കെ, ടാൻജൻറ്റ് നമ്പർ 1 സെറ്റ്. ഓക്കെ, ഇങ്ങനെ കുത്തും വരെയും കണ്ടാലും നിങ്ങൾ ടീച്ചറെ കൺവിൻസ് ആവുള്ളൂ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഇതത്ര സാറ്റിസ്ഫൈഡ് അല്ല എൻ്റെ സെമി സർക്കിൾ. ഓക്കെ, അപ്പോൾ ഈ സെമി സർക്കിൾ തൽക്കാലം ഒന്ന് മായ്ച്ചു കളയാം. നിങ്ങൾ മൊത്തം മായ്ച്ചു കളയേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് തെറ്റുകൾ വരുന്ന ടീച്ചറിനും അറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കോമ്പസ് വെക്കുക. ഓക്കെ, കോമ്പസ് വെക്കുക, ഇവിടെ ഒരു ആർക്ക് വരച്ചു, ഇവിടെ ഒരു ആർക്ക് വരച്ചു. ഓക്കെ, ആ പോയിന്റുകൾ മറക്കരുത്, കാണിച്ചു തരാം. ഈ പോയിന്റും. ഓക്കെ, ഇനി അവൻ്റെ ലംബ സമഭാജി പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. കോമ്പസ് ഇവിടെ വെക്കുന്നു, ഹാഫിനെക്കാളും കൂടുതൽ എടുക്കുന്നു കേട്ടോ. കൂടുതലെടുത്തു, ഇവിടെ വരച്ചു, ഇവിടെയും വരച്ചു. ഓക്കെ, ഇങ്ങനത്തെ വരകളൊക്കെ ലൈറ്റായിട്ട് വരയ്ക്കാൻ നോക്കുക കേട്ടോ, സോ ദാറ്റ് നമ്മുടെ ഡയഗ്രാം ബ്രൈറ്റായി നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ ലൈനും ഇത് രണ്ടുള്ള തൊടുക, അപ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, ഈ കട്ടിങ്ങുമാണ് വേണ്ടത്, നമ്മുടെ ഇതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പം വരച്ചോ, പറ്റുകയാണെങ്കിൽ നീട്ടി വരയ്ക്കാൻ നല്ലത്, കാരണം പിന്നെ ആവശ്യം വരും. ഓക്കെ, സ്ഥലം ഉണ്ടെങ്കിൽ നീട്ടി വരച്ചോ.
ഓക്കെ, ഇപ്പോൾ ഇവിടെ ടാൻജൻറ്റ് കിട്ടി, ഇവിടെ ടാൻജൻറ്റ് കിട്ടി, ഇവിടെയും കൂടി ബാക്കിയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലായി ഏകദേശം ഇങ്ങനെ വരും, പക്ഷേ കറക്റ്റ് നമുക്ക് വരയ്ക്കാം. നമുക്ക് വരച്ചതിനെ ചെയ്യാം. വീണ്ടും എന്ത് ചെയ്യുക, കോമ്പസ് എടുക്കുക, ഒരു സെമി സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ഈ അറ്റ കിട്ടാൻ ടച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു പോയിൻ്റ് ഇവിടെ കിട്ടി, ഈ ഒരു പോയിൻ്റ് ഇവിടെ കിട്ടി. ഓക്കെ, ഇനി അതിൻ്റെ ലംബ സമവാക്യം പെർപെൻഡിക്കുലർ ബൈസെക്ടർ മോർ ദാൻ ഹാഫ് എടുക്കുക. ഹാഫിനെക്കാളും കൂടുതൽ എടുത്തു, മേലെ വരയ്ക്കുക, താഴെ വരയ്ക്കുക. ഓക്കെ, ഇവിടെ അപ്പുറത്തെ സൈഡിൽ വെക്കുന്നു, മേലെ വരയ്ക്കുക, താഴെ വരയ്ക്കുക. ഓക്കെ, അത് കഴിഞ്ഞു ഇവരെ ജോയിൻ ചെയ്താൽ പരിപാടി കഴിഞ്ഞത്. ഈ പോയിൻറ്റും ഇതും ഓക്കെ ജോയിൻ ചെയ്താൽ ടാൻജൻറ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ സർക്കിൾ കിട്ടി, അതിന് ഇൻസർക്കിളാണിത്. ഇതാണ് നമ്മുടെ ട്രയാങ്കിള്. 3 അറ്റങ്ങൾ ഇവിടെ കിട്ടി. ഇനി ആംഗിൾ സംശയം വേണ്ട, ഇവിടെ 130 ആണെങ്കിൽ അതിൻ്റെ സപ്ലിമെൻ്ററി ഇവിടെ വരും 180 - 130 50 ഡിഗ്രി. ഇവിടെ 120 ആണ്, 120 180 നിന്ന് കുറച്ചാൽ 60 ഡിഗ്രി. ഓക്കെ, ആൻഡ് റേഡിയസ് 2.5. ഇതാണ് കറക്റ്റ് ഡയഗ്രാം. ഇത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇതും കിട്ടിയാൽ ഇത് കമൻറ്റ് ചെയ്യുക. ഇൻസർക്കിൾ വിത്ത് റേഡിയസ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് കൺസ്ട്രക്ഷനാണ് ഇൻസർക്കിൾ വെൻ റേഡിയസ് ഇസ് നോട്ട് ഗിവൻ. ആരും തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഇൻസർക്കിൾ വരയ്ക്കണം. അപ്പോൾ ട്രയാങ്കിളിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താണ് ആംഗിൾ ബൈസെക്ടർ വെച്ച് കണ്ടുപിടിക്കണം. സെൻറ്റർ കിട്ടിയിട്ട് സർക്കിളിലെ പോയിന്റ് കിട്ടാനാണ് പണി. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഇത് 4ാമത്തെ ടൈപ്പാണ്. മോഡൽ 2025 ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് റഫായിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മുടെ 4th ടൈപ്പ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്ത് ട്രയാങ്കിൾ വരയ്ക്കാനും ചിലപ്പോൾ പറയാം, ചിലപ്പോൾ സൈഡ് തരും, ചിലപ്പോൾ സൈഡ് തരില്ല. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 60 ഡിഗ്രി ആണെന്ന് മറക്കരുത്. ഓക്കെ, നിങ്ങൾ കോമ്പസ് വെച്ച് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, 6 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ. ഓക്കെ, 6 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? 60 ഡിഗ്രിയും കൂടിയാണ് ഞാൻ കാണിച്ചിട്ടുണ്ട് ട്രിക്ക്. ഇനി നമ്മളിതിൻ്റെ ആംഗിൾ ബൈസെക്ടർ 2 കണ്ടുപിടിക്കുന്നു. കോണ് സമഭാജികൾ സെൻറ്റർ കിട്ടി. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് ഞാൻ റഫായിട്ട് കാണിച്ചു തന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളൊരു പോയിൻ്റ് എടുക്കാം. ലെറ്റ്സ് ടേക്ക് എ പോയിന്റ്. ഈ പോയിൻ്റ് എടുത്തോ. ഓക്കെ, നമുക്കൊരു ട്രയാങ്കിൾ. ഇനി 6 സെൻറ്റിമീറ്ററിൻ്റെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, 7 സെൻറ്റിമീറ്ററിൻ്റെ ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ്. ഓക്കെ, 7 ആണ്. ഇത് 7 ആണ് കേട്ടോ. 7 and 7. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡും സെയിം ആണ്. 7 സെൻറ്റിമീറ്റർ കോമ്പസിലെടുക്കുക. ഓക്കെ, കോമ്പസിലങ്ങ് എടുക്കുക. വളരെ സിമ്പിൾ പരിപാടി. ഓക്കെ, കോമ്പസിലെടുത്തു. ഓക്കെ, കോമ്പസിൽ 7 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു കോമ്പസ് എടുക്കുക. അത് ഇത്രയുള്ള സംഭവം. ഇവിടെ പെന്ന് വെക്കുക, നമ്മുടെ കോമ്പസ് നിബ് വെക്കുക. ഇവിടേക്ക് ഒരു ഇത് വരയ്ക്കുക. ഓക്കെ, ഇവിടേക്ക് ഒരു വര വരയ്ക്കുക, ഇവിടേക്ക് ഒരു വര വരയ്ക്കുക. ഏകദേശം നമ്മുടെ സൈഡുകൾ ഇങ്ങോട്ടാണല്ലോ പോവുക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ, ആദ്യം ഒരു 7 സെൻറ്റിമീറ്റർ വെറുതെ വരച്ചാൽ നേരെ നമ്മുടെ സാധാരണ ഒരു 7 സെൻറ്റിമീറ്റർ വരയ്ക്കാം. സാധാരണ 7 സെൻറ്റിമീറ്റർ ബേസ് വരച്ചു. ഇനി അതേ കോമ്പസ് എടുക്കുക. ഓക്കെ, അതേ കോമ്പസ് എടുക്കുക, അങ്ങോട്ടേക്ക് ഇതാ മേലേക്ക് വരയ്ക്കാം. ഓക്കെ, ഇത് കട്ടാവും. ഇതൊക്കെ ഇത് 7 സെൻറ്റിമീറ്റർ കട്ടായി. ഇവിടുന്ന് ഈ 7 സെൻറ്റിമീറ്റർ കട്ടായി. അത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്നത് നമ്മുടെ ഇക്വലാറ്ററിൻ്റെ 3ാമത്തെ സൈഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെഷർ ചെയ്ത് നോക്കിയതാ 7 അല്ലേ? 7 കറക്റ്റ് 7. ഓക്കെ, നിങ്ങൾക്ക് പ്രൊട്രാക്ടറൊക്കെ വെച്ചിട്ട് കഷ്ടപ്പെട്ട് വേണം കണ്ടുപിടിക്കാം. പക്ഷേ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഇസ് ഓൾവേസ് വെരി സിമ്പിൾ ടു ഡ്രോ. ഓക്കെ, ഇത് കിട്ടി. 60 ഡിഗ്രിയാണ്, മെഷർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 7. ഓക്കെ, നിങ്ങൾ ടീച്ചർ നോക്കിക്കോളും ബാക്കിയുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇൻസർക്കിൾ എന്ന് പറയുമ്പോൾ ഉള്ളിലൊരു സർക്കിൾ ഉണ്ടാവും, അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിൻ്റെ ആയതുകൊണ്ട് കുറച്ചുകൂടി സിമ്പിളാണ്. പൊതുവേ ചെരിഞ്ഞും വളഞ്ഞൊക്കെ ട്രയാങ്കിൾ ആകുമ്പോൾ പണിയാണ്. ഓക്കെ, ആംഗിൾ ബൈസെക്ടർ നിങ്ങളിതാ സാർ ഇവിടെ 60 ഡിഗ്രി ആണല്ലോ, ഇത് 60 ഡിഗ്രി ആണ്, അതിൻ്റെ പകുതി 30 വരച്ചാൽ മതിയോ? പോരാ, നിങ്ങളുടെ കോമ്പസ് എടുത്തിട്ട് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ 2 ആംഗിൾ ബൈസെക്ടർ വേണം. ഇതോ ഈ 3 ഏതെങ്കിലും 2 എടുക്കുക. എങ്ങനെ ആംഗിൾ ബൈസെക്ടർ കോൺ സംഭാവിച്ചെടുക്കുക? നിങ്ങൾ ഒരു ആർക്ക് വരയ്ക്കുക, ഒരു അറ്റത്ത് തന്നെ ആർക്ക് വരയ്ക്കുക. ഓക്കെ, ആർക്ക് വരച്ചു. ഇനി എന്ത് ചെയ്യുക? ഇനി ഇതിൻ്റെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു അറ്റത്ത് വെക്കുക, എന്നിട്ട് മോർ ദാൻ ഹാഫ് എടുക്കുക. ഇങ്ങനെ വരച്ചോ. ഓക്കെ, ഇപ്പം കറക്റ്റ് ഇത്രയുണ്ട്, കുറച്ചുകൂടി ചെറുതാക്കുക. മോർ ദാൻ ഹാഫ് മതി. ഓക്കെ, ഞാൻ ഇവിടെ വെക്കുന്നു കോമ്പസ്. ഓക്കെ, എന്നിട്ട് മേലൊരു ആർക്ക് വരയ്ക്കുന്നു. അതേ മെഷർമെൻറ്റ് എടുത്തിട്ട് കോമ്പസ് ഇവിടെ വെക്കുന്നു, ഇവിടെ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് വരയ്ക്കാം അങ്ങോട്ടേക്ക്. അപ്പം ഇതാണ് ഇതിൻ്റെ ആംഗിൾ ബൈസെക്ടർ. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം 30 ഡിഗ്രി ആണെന്ന്. കുറച്ച് നീട്ടി വരച്ചു. അപ്പുറത്ത് തട്ടിക്കണ്ട, ഇവിടെ തട്ടിക്കണ്ട. തട്ടിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് വരുത്തും. ഞാൻ പിന്നെ കാണിച്ചു തരാം. നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ 30 ഡിഗ്രി ആണോ എന്ന്. ഇതാ കറക്റ്റ് 30 ഡിഗ്രി അല്ലേ? കറക്റ്റ് 30 ഡിഗ്രി കിട്ടി. ഓക്കെ, അതേപോലെ ഇവിടുന്നും കൂടി വേണം. ഇവിടുന്ന് എടുക്കുക, ഏത് വേണം എടുക്കാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? കോമ്പസ് എടുക്കുന്നു, ഒരു എത്ര മെഷർമെൻറ്റിൽ ഒരു ആർക്ക് വരയ്ക്കുന്നു. ആർക്ക് വരച്ച് 2 സൈഡിലും തട്ടണം. ഇനി അത് നോക്കുമ്പോൾ അതിന് മോർ ദാൻ ഹാഫ്. ഓക്കെ, പകുതി കൂടുതൽ മതി. അവിടുന്ന് ഈ അറ്റത്ത് വെക്കുന്നു, എന്നിട്ട് ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, അതേപോലെ ഈ അറ്റത്തെടുക്കുന്നു. മെഷർമെൻറ്റ് മാറ്റരുത്.
ഇവിടേക്ക് വരയ്ക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെങ്കിൽ ഇതാണ് നമ്മുടെ പോയിൻ്റ് കേട്ടോ, ആംഗിൾ ബൈസെക്ടറിൻ്റെ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു. ഓക്കെ, അപ്പുറത്ത് തട്ടിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം, കാരണം നിങ്ങളൊരു മിസ്റ്റേക്ക് വരുത്തിക്കും. ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പ്രൊട്രാക്ടർ എടുക്കുക, പൊട്രാക്ടർ എടുക്കുക, 30 ഡിഗ്രി കറക്റ്റ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്നൊരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റ് എടുത്തോ. ഇതാ ഈ 2 ലൈൻ കൂട്ടിമുട്ടും, ഇതാണ് നമ്മുടെ സെൻറ്ററിൻ്റെ സർക്കിളിൻ്റെ സെൻറ്റർ. ഓക്കെ, ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ. ഇനിയാണ് മിസ്റ്റേക്ക് വരുത്തുക. ഇനി കുറേ ആൾക്കാർ എന്ത് ചെയ്യും, നിങ്ങളിതാ ഈ സെൻറ്റർ വെച്ചിട്ട് ഈ അറ്റത്തേക്ക് വെറുതെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കും, തെറ്റി. ചിലവരെന്ത് ഈ അറ്റത്തേക്ക് വെച്ചിട്ട് കുഞ്ഞ് സർക്കിൾ വരയ്ക്കും, തെറ്റി. ഈ അറ്റത്തേക്ക് അങ്ങനെയല്ല വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യം സൂക്ഷിച്ച് ശ്രദ്ധിച്ചു. ഓക്കെ, സൂക്ഷിച്ച് കേട്ടോ. ഓക്കെ, നമുക്ക് സർക്കിളിൻ്റെ സെൻറ്ററിലല്ലോ, നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. ഓക്കെ, ഈ ഒരു അറ്റം കിട്ടി, ഈ ഒരു പോയിൻ്റ് കിട്ടി. ശ്രദ്ധിക്കേണ്ട എന്താണ്, നമുക്ക് സർക്കിളിൻ്റെ സെൻറ്റർ ഇങ്ങോട്ടേക്കാണോ എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല. ചാടിക്കറി എല്ലാവരും എന്താ ചെയ്യുക, നിങ്ങൾ ഈ വര മുട്ടുന്ന ഈ പോയിന്റിലേക്ക് എടുക്കും, അല്ലെങ്കിൽ ഈ വര മുട്ടുന്ന ഈ പോയിന്റിലേക്ക് ഈ വര. ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾ ചിലപ്പോൾ അത് ശരിയായിരിക്കും, പക്ഷേ എല്ലാ ട്രയാങ്കിളും അത് ശരിയാവില്ല. അപ്പോൾ കറക്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ പിടിക്കുക. ഓക്കെ, ഇതാണ് സെൻറ്റർ എന്ന് വിചാരിച്ചോ, ഇവിടുന്ന് പിടിക്കുക, ഒരു വലിയ ആർക്ക് എടുക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർ എക്സാമ്പിൾ ഇത് എടുക്കുക, താഴേക്ക് അങ്ങ് വരയ്ക്കുക. ഓക്കെ, ഇത്രയും വലുപ്പമല്ല, അതിനെക്കാട്ടും വലുപ്പം. ഓക്കെ, ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കാം. ഓക്കെ, ഒന്ന് നോക്കുക, കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക, സെൻറ്ററിൽ നിന്ന് ഒരു വലിയ ആർക്ക് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക, ക്രോസ് ആവണം കേട്ടോ. നമ്മളിത് 2 സൈഡിലും ടച്ചാണ്. ഇനി ഇവൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കണ്ടുപിടിക്കുക, ഇവൻ്റെ ലംബ സമഭാജി കണ്ടുപിടിക്കുക, മേലെ വരയ്ക്കുക, താഴെ വരയ്ക്കുക. ഓക്കെ, മോർ ദാൻ ഹാഫ് എടുക്കുക, മേലെ വരയ്ക്കുക, താഴെ വരയ്ക്കുക. ഓക്കെ, അത് രണ്ടും വരച്ച് കഴിഞ്ഞാൽ പണി സിമ്പിളേ. ഓക്കെ, ഇനി നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് ഇവരെ ജോയിൻ ചെയ്താൽ എന്താ കിട്ടുക, നമ്മുടെ സർക്കിൾ ടച്ച് ചെയ്യുന്ന പോയിന്റ് കിട്ടി. ഇതാണ് റേഡിയസ്. ഓക്കെ, മിക്കവാറും മറ്റ് സൈഡായിട്ട് മാച്ച് ആവും, പക്ഷേ ഞാൻ വരച്ചൊരു വരയായിട്ട് മാച്ച് ആവും, പക്ഷേ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കറക്റ്റ് റേഡിയസ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പ്രോപ്പർ ഇൻസർക്കിളിൻ്റെ സെൻറ്ററല്ല കണ്ടുപിടിച്ചത്, പക്ഷേ ഇത് വെച്ചിട്ടാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. എന്താണെന്ന് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം പ്രോപ്പറായിട്ട്. ഈ ഡയഗ്രത്തിൽ നമുക്ക് സെൻറ്റർ കിട്ടി, സെൻറ്റർ റേഡിയസ് എവിടെയാണ്, ഇവിടെയാണോ അവിടെയാണോ എനിക്കറിയില്ല. ഓക്കെ, ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് കിട്ടും, പക്ഷേ എല്ലാ ട്രയാങ്കിളും കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ സൈഡിൽ വേണേൽ കാണിച്ചു തരാം, നിങ്ങൾക്ക് എല്ലാവരും കാണാൻ കുറച്ചുകൂടി സിമ്പിളായിരിക്കും. ഓക്കെ, ഞാൻ ഇവിടെ സെൻറ്ററിൽ കോമ്പസ് വെച്ചു, അത്ര ഈ സൈഡിൽ എത്തുന്നതല്ല, അതിനെക്കാട്ടും കുറച്ചുകൂടി നീളം കൂടുതലെടുത്തു. ഓക്കെ, നീളം കൂടുതലെടുത്തു, വേണം നല്ല നീളം എടുത്തു, കുഴപ്പമില്ല. ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു കേട്ടോ, ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഈ പോയിൻ്റ് കിട്ടി. ഓക്കെ, ഇനി അവൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്താണ്, അവൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെയാണ് കിട്ടുക, നിങ്ങൾ കോമ്പസ് എടുക്കുക, മോർ ദാൻ ഹാഫ് എടുക്കുക. കോമ്പസ് എടുക്കുന്നു, മോർ ദാൻ ഹാഫ് ആണ് ഇപ്പോൾ ഉള്ളത്, മേലെ ഒരു ആർക്ക്. ഓക്കെ, താഴെ ഒരു ആർക്ക്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു, ഇവിടുന്ന് ഇത് കട്ട് ചെയ്തു, ഇവിടുന്ന് ഇത് കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സംഭവം വരില്ല, ഈ പോയിൻറ്റും ജോയിൻ ചെയ്യുന്ന ലൈനിലാണ് സെൻറ്റർ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഈ സെയിം വരയാണല്ലോ സാർ, അത് ഈക്വലായിട്ടുള്ള ട്രയാങ്കിളിൽ മാത്രം, ബാക്കിയുള്ള ട്രയാങ്കിൾ ഇങ്ങനെ കിട്ടൂല കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഇവിടെയാണ് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ ടച്ച് ആവുന്നത്. ഓക്കെ, സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെയാണ് ടച്ച് ആവുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, കാരണം നമുക്കറിയാം, നമുക്ക് എന്താണ് അറിയുന്ന കാര്യം, ഇത് റേഡിയസ് ആണെന്ന് അറിയാം. എങ്ങനെ റേഡിയസ് ആണെന്ന് കിട്ടിയത്, കാരണം ഇവൻ ഈ ലൈനായിട്ട് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആണ് ആൻഡ് ബൈസെക്റ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് സംഭവം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി കോമ്പസ് എടുക്കാം, ധൈര്യത്തോടെ സെൻറ്റർ ഇവിടെ വെക്കാം. ഇവിടെ തോന്നിയോടത്തൊന്നും കൊണ്ടേ വെക്കരുത് കേട്ടോ, ഇതാണ് നമ്മുടെ പോയിൻ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ മാച്ച് ആവുന്നുണ്ട്. ഓക്കെ, കോമ്പസ് എടുക്കുക, ഇവിടെ മാച്ച് ആവുന്നുണ്ട്, ഇവിടെയും മാച്ച് ആവുന്നുണ്ട്. ഓക്കെ, സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ഫുള്ളായിട്ടങ്ങ് വരച്ചോ, ഇങ്ങനെ വരച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം, എൻ്റെ ചിലപ്പം ഇവിടെ ഈ സെൻറ്ററിൽ വെക്കുന്നതിൻ്റെ ഒരു പെർഫെക്ഷൻ ആയിരിക്കും, പക്ഷേ ഇങ്ങനെയാണ് വരയ്ക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മളിപ്പോൾ വരച്ചത് 4ാമത്തെ ടൈപ്പാണ്. 4ാമത്തെ ടൈപ്പ് ഇൻസർക്കിൾ റേഡിയസ് തന്നില്ല, ആംഗിൾ ബൈസെക്ടർ ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിച്ചത് കേട്ടോ, ആംഗിൾ ബൈസെക്ടർ വെച്ചിട്ട്. ഇപ്പോൾ 4 ടൈപ്പുമായി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് വെറുതെ എല്ലാം നമുക്ക് കാണിച്ചത്. ഇതാണ് നമ്മുടെ 4th ടൈപ്പ്. ഓക്കെ, നമ്മുടെ തേർഡ് ടൈപ്പ് ഇൻസർക്കിൾ, പക്ഷേ ഇൻസർക്കിൾ റേഡിയസ് വന്നു, 2 ട്രയാങ്കിൾ 2 ആംഗിളും തരും. റേഡിയസ് ഒക്കെ തന്നാൽ വളരെ സിമ്പിളാണ്. ഓക്കെ, പിന്നെയുള്ള നമ്മുടെ സെക്കൻഡ് ടൈപ്പ്, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. എക്സ്റ്റേണൽ പോയിന്റ് എന്നുള്ള ടാൻജൻറ്റ്. അതേപോലെ നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് സർക്കിൾ എന്നുള്ള ആകെയുള്ളൊരു കൺസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ 4 ടൈപ്പുമായി എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഓക്കെ.